അതുപോലെ രേണു ചേച്ചിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ബോഡി ഷേവിങ്ങും ചേച്ചിക്കെതിരെ നടക്കാറുണ്ട്. അതായത് ചേച്ചിയുടെ ഫേസ് കാണാൻ എലിയനെ പോലെയാണ്, എന്താ ഹാൻഡ്സ് വെച്ചിട്ടാണോ നീ നിൽക്കുന്നത്, നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? അതായത് അമ്മേനെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനോട് എന്താ കിച്ചുവിന്റെ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം ഞാൻ നല്ല വണ്ണമായിരുന്നു. ആ ടൈമിൽ എനിക്കും കുറെ എനിക്ക് കേട്ട് ശീലമായി. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കും. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആരെയും അങ്ങനെ പറയാനുള്ള ഇതില്ല. എല്ലാത്തവർക്കും ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്. അതുപോലെ കണക്ക് അപ്പൊ ഞാനും നേരത്തെ നല്ല വണ്ണമായിരുന്നു. എനിക്ക് ആ ടൈമിൽ എനിക്കും കുറെ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചു അതുപോലെ കൊല്ലത്ത് ആണല്ലോ നിക്കുന്നത്. അപ്പം അവിടുത്തെ ഫാമിലി എങ്ങനെയാ? ഋതുകുട്ടിനെയൊക്കെ അന്വേഷിക്കാറുണ്ടോ? അവര് ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ട് ഇങ്ങോട്ടും. അമ്മ വിളിക്കുമ്പോൾ അമ്മ എപ്പോഴും ഷൂട്ടിലായിരിക്കും. അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇവിടെ വരുമ്പോഴായിരിക്കും കൂടുതൽ വിളിക്കുന്നത്. അതെ. കിച്ചു ഇവിടെ വരുമ്പോ കിച്ചുവിന്റെ ഫോൺ ത്രൂ ഇവിടെ വരുമ്പം വലിയച്ഛനാണെങ്കിലും വല്യമ്മയാണെങ്കിലും വിളിക്കും. വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അമ്മയുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോ അവരെന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? അവര് ഇങ്ങനെ പോലെ തന്നെ പറയുന്നൊക്കെ. അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അമ്മ ഇത്തരത്തില് ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുമായിരുന്നോ? എന്താ അവിടെ ആണെങ്കിലും ഞാനിപ്പോ സെയിം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അവരും പറയുന്നത് അമ്മയുടെയായിട്ടൊരു ഇഷ്ടമുണ്ടല്ലോ, നടക്കട്ടെ അങ്ങനെ. അപ്പം രേണു ചേച്ചി പറയുന്നുണ്ട്, അതായത് സുധിച്ചേട്ടനുള്ള ടൈമില് സുധിച്ചേട്ടൻ എങ്ങനെയെങ്കിലും ഫെയിം ആകണം, സുധിച്ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ടൈമില് അഭിനയത്തിലേക്ക് ഒന്നും വരാഞ്ഞത് എന്ന് രേണു ചേച്ചി പറയുന്നുണ്ട്. അച്ഛൻ ആ ടൈമില് അമ്മയോട് പറയാറുണ്ടായിരുന്നു നീ അഭിനയിക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു? അങ്ങനത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഇല്ല, ഒന്നും കേട്ടിട്ടില്ല അങ്ങനെയൊന്നും. അതായത് ടിക്ടോക്ക് രണ്ടുപേരും ഒരുമിച്ചൊക്കെ ചെയ്യുമായിരുന്നു. ഞാനായിരുന്നു വീഡിയോ ഒക്കെ എടുത്തോളൂ. ആ ഒരു ടൈമില് എന്താ പറയാ, അച്ഛനോടൊപ്പം തന്നെ രേണു ചേച്ചിയും ഇങ്ങനെ അമ്മയും ഇങ്ങനെ ഒരു എന്താ പറയാ പ്രോഗ്രാം ഒക്കെ പങ്കെടുക്കണം എന്നൊക്കെ അച്ഛൻ ആഗ്രഹിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനൊന്നും എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കത്തില്ലായിരിക്കും. അത് അവരുടെ ഇടയ്ക്ക്. ഓക്കെ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല.